എനിക്കെതിരെ വലിയൊരു അലിഗേഷൻ വന്നൊരു സംഭവം ഉണ്ട് പണ്ട്. ഈ എം ജിയുടെ ഒരു വിഷയം. നിങ്ങൾ എം ജിയുടെ വണ്ടി ഉപയോഗിക്കുന്ന ആളാണല്ലോ. പണ്ട് എം ജിയുടെ, ഞാനും എം ജി ഹെക്ടർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. ആ സമയത്ത് എം ജിയുടെ ഗ്ലോസ്റ്റർ എന്ന് പറഞ്ഞൊരു വണ്ടി വരികയും ഞാനും എൻ്റെ ഒരു ആ സമയത്ത് എൻ്റെ കൂടെ സുഹൃത്തായിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയും കൂടെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയിട്ട് ആ വണ്ടി ഓടിച്ച് ആ വണ്ടി കുറച്ച് കംപ്ലൈന്റ് വന്നു. ഞങ്ങളത് കമ്പനിയിൽ അറിയിച്ചു. കമ്പനി അത് പരിഹരിച്ചില്ല. ഞങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി വീഡിയോ എടുക്കാൻ വേണ്ടി തന്ന വണ്ടിയാണ്. കമ്പനി അത് പരിഹരിച്ചില്ല. അവർ നെവർ മൈൻഡ് ആക്കി വിട്ടു. അപ്പോ നമ്മളത് വീഡിയോ ഇട്ടു. അസെറ്റീസ് നമ്മൾ ആ വീഡിയോ ഇട്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ അത് ഭയങ്കര പ്രശ്നമായി. പക്ഷെ എന്നിട്ടും അവരുടെ ഭാഗത്തുനിന്ന് അത് വിളിച്ച് കോംപ്രമൈസ് ചെയ്യാനല്ല ശ്രമിച്ചത്. അവര് എനിക്കെതിരെ പല മാധ്യമങ്ങളിലും വാർത്തകൾ കൊടുക്കാനും എന്നെ താഴ്ത്തി കാണിക്കാൻ വേണ്ടി പല ക്യാമ്പയിൻ ആക്ടിവിറ്റീസ് ചെയ്തു. പൈസയുടെ പവറായിരിക്കാം. ആ പൈസയുടെ പവർ എന്നോട് കാണിച്ചാൽ പോരെ. എന്നോട് വിളിച്ചില്ല സാർ പറ്റിപ്പോയി, നമുക്കത് റെഡിയാക്കാം എന്ന് പറഞ്ഞാൽ പോരെ, ഒരു വാക്ക് പറഞ്ഞാൽ പോരെ. അതിന്റെ എല്ലാം കമ്മ്യൂണിക്കേഷൻസും ബാക്കിയെല്ലാം ഡിജിറ്റൽ തെളിവുകൾ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. എന്നിട്ട് എന്തുകൊണ്ട് ഇത്രയും കംപ്ലൈന്റ് ഉണ്ടാക്കിയിട്ട് ഇവർ എനിക്കെതിരെ ഒരു ഡിഫമേഷൻ ആയിട്ട് പോയില്ല? ഇത്രയും വർഷമായിട്ടും എന്തുകൊണ്ട് ഇവർ എനിക്കെതിരെ ഒരു ഡിഫമേഷൻ ആയിട്ട് പോയില്ല? ഞാൻ ഇപ്പോഴും എന്നെ പലരും വിമർശിക്കുന്നത് ഇപ്പോഴും ആ ഒരു കാര്യം പറഞ്ഞിട്ടാ. നീ അന്ന് ഡിസ്കൗണ്ട് ചോദിച്ചിട്ട് കിട്ടാത്തതിന്റെ ദേഷ്യത്തിലല്ലേ നീ അങ്ങനെ വീഡിയോ ഇട്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് പറയും. അങ്ങനെ ഡിസ്കൗണ്ട് ചോദിച്ചിട്ട് ദേഷ്യത്തിലാണെന്ന് അവരത് പ്രൂവ് ചെയ്യണം. അല്ലെങ്കിൽ എനിക്കെതിരെ എന്തുകൊണ്ട് ഡിഫമേഷൻ കേസ് കൊടുത്തില്ല?